എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോടശ്ശേരി പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റോഡിൽ ഇവിടുത്തെ പത്ര ഏജൻ്റായിട്ടുള്ള സുഭാഷ് എന്ന് പറയുന്ന ചേട്ടൻ, സുഭാഷ് ചേട്ടൻ കാലത്ത് ഒരു 4:20 കൂടിയിട്ട് പത്രം ഇട്ട് അടുത്തൊരു വീട്ടിൽ പത്രം ഇട്ട് വരുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്ത് പുലി പോകുന്നത് കണ്ടു. അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, ഞാൻ ഇതുപോലൊരു ജീവിയെ കാഴ്ചബംഗ്ലാവിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. പുലി തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. പുലി റോഡ് ക്രോസ് ചെയ്ത് അടുത്ത പറമ്പിലേക്ക് ചാടി പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും സുഭാഷ് ചേട്ടനൊക്കെ നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് അവരോട് എന്തായി സംഭവം ഉണ്ടായി എന്നുള്ളത് ചോദിച്ചറിയാം. എൻ്റെ പേര് സുഭാഷ്, ചായപ്പുംകുഴി പത്ര ഏജൻ്റാണ്. ഞാൻ 3 മണിക്ക് വീട്ടിൽ നിന്ന് വരും. 3:30 ആകുമ്പോഴേക്കും പത്രം എടുത്ത് 3:45 ആകുമ്പോഴേക്കും അവിടെ നിന്ന് സപ്ലൈ തുടങ്ങും. ഇവിടെ വന്നപ്പോൾ 4:20 ഉണ്ടാവും. 4:20 ഞാൻ ആ വീട്ടിൽ പത്രം ഇട്ടിട്ട് ഈ ഇപ്പുറത്ത് പത്രം ഇടാനായിട്ട് വണ്ടി എടുത്തപ്പോഴാണ് ഇവിടുന്ന് പുലി ചാടി റോട്ടിൽ നിന്നിട്ട് റോട്ടിൽ നിന്ന് അങ്ങോട്ട് ചാടി പോയത്. കറക്റ്റായിട്ട് കണ്ടു. ഇവിടുന്ന് ചാടിയിട്ട് റോട്ടിലേക്ക് ചാടിയിട്ട് അപ്പുറത്തെ പറമ്പിക്കൂടെ അങ്ങോട്ട് പോയി. അത്രേ ഉള്ളൂ. ഈ കാൽപ്പാടുകളോ മറ്റു സംഭവങ്ങളോ കണ്ടിട്ടുണ്ട്? അതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോഴേക്കും പേടിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. ഇതെങ്ങനെ എത്ര വലിപ്പമുണ്ടായിരുന്നു? അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ പുള്ളിയാണ് വാല് ചുറ്റി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിപ്പോയി ഞാൻ കണ്ടത്. വാല് ചുറ്റി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ അങ്ങോട്ട് ചാടിപ്പോയി. ഒന്ന് ഇങ്ങോട്ട് നോക്കി. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്ക് ലൈറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും കത്തുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി മറ്റേ എൻഡോർക്ക് വണ്ടിയാണ്. അത് ഓഫായില്ല. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് ഞാൻ പോവുകയും ചെയ്തു. ഫോറസ്റ്റ് ആളുകളെ അറിയിച്ചിരുന്നു? ഫോറസ്റ്റ് ആളുകൾ ഇവിടെ ഞാൻ അറിയിച്ചില്ല. ഞാൻ ചായപ്പുംകുഴി ഇവിടുന്ന് ഞാൻ പത്രം ഇടാണ്ട് നേരെ ചായപ്പുംകുഴിക്ക് പോയേ. ചായപ്പുംകുഴി പോയി ചെന്നതിന് ശേഷം അവിടെ അവരോട് പറഞ്ഞിട്ട് അവർ അറിയിച്ചു. പിന്നെ ഇവിടെ ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് പോയേ. ഇവിടെ ഒരു വീട്ടിൽ ഒരാളുണ്ടായിരുന്നു. ആളോട് പറഞ്ഞിട്ട് ഞാൻ പോയി. നമുക്ക് അപ്പോൾ പെട്ടെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പത്രം ഇട്ടാന്ന് വെച്ചിട്ട് നേരെ ചായപ്പുംകുഴി ജംഗ്ഷനിലേക്ക് പോയി. ഞാൻ സമയം ഏകദേശം 4:20 ഇവിടെ കറക്റ്റ് 4:20 ഞാൻ കാണുന്നത്. അത് ഇനിയിപ്പോൾ കുറേ അകലെയാണെങ്കിൽ നമുക്കിത് പുലി ആണ് എന്ന് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഇത് നേരിട്ട് തൊട്ടടുത്താണ് കാണുന്നത്. ആ പുലി തന്നെയാണ്. ഇങ്ങനെ കണ്ടിരുന്നത് കാഴ്ചബംഗ്ലാവിലെ കണ്ടിട്ടുള്ളൂ പുലിനെ. ഇത് നേരിട്ട് കണ്ടത് ഒറിജിനൽ പുലി തന്നെയാണ്. 100% ഉറപ്പ്. ഇവിടുന്ന് പത്രം ഇട്ടിട്ട് ചായപ്പുംകുഴി ചെന്നിട്ട് ചായപ്പുംകുഴിയിൽ നിന്ന് ഞാൻ വെട്ടിക്കുഴി, ചൂളക്കടവ്, പണ്ടാറമ്പറ, കോട്ടാമല അതൊക്കെ ഡേഞ്ചർ ഏരിയയാണ്. ആനയുടെ കൊള്ളയാണെന്ന് പറയാം. ശരിക്കും ഒരു 4 പ്രാവശ്യമെങ്കിലും ആനനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആന ഓടിപ്പിച്ചു. 2 പ്രാവശ്യം വേറൊരു വീട്ടിലേക്ക് കയറി. വണ്ടി അവിടെ വെച്ചിട്ട് റോട്ടിലേക്ക് കയറി വന്നപ്പോഴേക്കും ഞാൻ അപ്പുറത്തൊരു വീട്ടിലേക്ക് കയറി. അവരൊക്കെ 2-ാം നിലയുടെ മേലെയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം എൻ്റെ ബൈക്ക് അവിടെ വെച്ച് ഗേറ്റ് തുറന്നു അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ഞാൻ ചായപ്പുംകുഴി ജംഗ്ഷനിൽ നിന്ന് ഒരു 6:30 കഴിഞ്ഞിട്ടാണ് 6:45 കഴിഞ്ഞിട്ടാണ് വെട്ടിക്കുഴി ഭാഗത്തേക്ക് പോകാറുള്ളൂ. ഇവിടെയൊക്കെ നേരത്തെ, ഇവിടെ ഡേഞ്ചർ ഏരിയയിൽ അല്ലല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ നേരത്തെ വരും. ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം ചായപ്പുംകുഴി ചെന്ന് വെയിറ്റ് ചെയ്ത് ഒരു 7 മണി 6:30 കഴിഞ്ഞതിന് ശേഷമാണ് വെട്ടിക്കുഴി ഭാഗത്തേക്ക് പോകാറുള്ളത്. ഇവിടെ ജനവാസ കേന്ദ്രമാണോ ഇപ്പോൾ ഈ പുലിനെ കണ്ട സ്ഥലം? പുലിനെ കണ്ട സ്ഥലം അത്യാവശ്യം നല്ല വീടുകൾ, അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവത്തിന് കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മുൻപ് അങ്ങനെ ഒരു സംഭവം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് രാജേഷ്. കുരിശിറ NSSൻ്റെ അടുത്താണ് നമ്മുടെ വീട് വരുന്നത്. എൻ്റെ വീടിൻ്റെ ഈ സൈഡിൽ നിന്നാണ് പുലി വന്നു എന്ന് നമ്മുടെ പത്രം ഇടാൻ വന്ന സുഭാഷ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ രാവിലെ എൻ്റെ വീട്ടിലേക്ക് പത്രം ഇടാൻ വന്നതാണ്. അവിടുന്ന് തൊട്ടടുത്ത വീട്ടിൽ പത്രം ഇട്ട് വരുന്ന വഴിക്കാണ് എൻ്റെ വീടിൻ്റെ സൈഡിൽ പുലിനെ കണ്ട് ആൾ പറഞ്ഞത്. ആ പുലി അടുത്ത പറമ്പിലേക്ക് ചാടി പോയെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ ആൾ പേടിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് നേരെ ആളുടെ വീടിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് എനിക്ക് ഫോൺ ചെയ്തേ, നിൻ്റെ അടുത്ത് പുലി കണ്ടു എന്നൊക്കെ. ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ അല്ലായിരുന്നു. നല്ല ജനവാസ മേഖലയൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ ഉണ്ടായത്. ഫോറസ്റ്റുകാർ വന്നിരുന്നു. അവർ വന്ന് കാൽപ്പാടുകളൊക്കെ കണ്ടിരുന്നു. വേറെ എന്താ വെച്ച് പറഞ്ഞാൽ അവർ പെട്രോളിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം. ഞാൻ ഈ 9-ാം വാർഡിൽ, കോടശ്ശേരി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ നമ്മുടെ പാറയ്ക്ക ദേവയാനി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീടിൻ്റെ പിറകുവശമാണത്. ഇപ്പോൾ ഇവിടെ ഒരു കാൽപ്പാട് കണ്ടിട്ടുണ്ട്. ഏകദേശം പുലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാൽപ്പാട് തന്നെയാണ്. നന്നായിട്ട് ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. ഈ കാൽപ്പാട് കണ്ടതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലൊരു പട്ടിക്കൂടുണ്ട്. അവിടുത്തെ പട്ടിയുടെ കഴുത്തിന് എന്നെ പിടിച്ച് അവിടെ ചോര വരുന്നതായിട്ട് കാലത്ത് 1:44 കൂടി ഇവിടുത്തെ ചേച്ചി ദേവാനി എന്ന് പറഞ്ഞ ചേച്ചി കണ്ടു. ചേച്ചി വരുന്ന സമയത്ത് ഈ പട്ടി കിടന്ന് കൊതറന്തും കഴുത്തിൽ നിന്ന് ബ്ലഡ് വരണമെന്നാണ് കണ്ടത്. അതിനുശേഷം പിന്നീട് കാണുന്നതാണ് ഈ പത്ര ഏജൻറ്റ് 4:20 കാണുന്നത്. ഈ സമയം 1:44 എന്ന് പറയാൻ കാരണം തൊട്ടടുത്ത് തന്നെ വീട്ടിലുള്ള CCTVയിൽ പട്ടികൾ ഭയങ്കരമായിട്ട് കുരയ്ക്കണ ഒരു സൗണ്ട് കിട്ടിയിരുന്നു. പക്ഷെ പുലിയുടെ മറ്റു കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് ഈ ഭാഗത്ത് ഈ അലക്കല്ലിൻ്റെ ഒക്കെ താഴെയായിട്ടാണ് ഈ കാൽപാദം കണ്ടിട്ടുള്ളത്. ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. എന്റെ പേര് ദേവയാനി. 1:45 നൂലുളി കേട്ടപ്പ ഇത് അത് പിന്നെ കുറച്ച ഇത് അതിന്റെ ഉള്ളിൽ കിടക്കണ അല്ലെങ്കിൽ ഇതിനെ പിടിച്ചാനാ 2 ഉണ്ടേ. അതിന്റെ ഉള്ളിൽ അത് കിടക്കണ അതിനെ കണ്ടില്ല. കണ്ടത് ഞാൻ അവിടെ നിന്ന് ടോർച്ച് അടിച്ചപ്പോ ജനലേരെ ഉള്ളിൽ കൂടെ ടോർച്ച് അടിപ്പ് ഇതിന്റെ കഴുത്തിന്ന് ചോര വരുന്നത്. അപ്പൊ ഞാൻ എന്ത് മോനെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നോക്കിയപ്പോ ചോര ഇങ്ങോട്ട് ഒലിക്കുക. പേടിച്ച് വിറച്ചിട്ടേ
എന്നിട്ട് അപ്പം തന്നെ ചങ്ങല അഴിച്ച് എൻ്റെ ഹാളിൽ എൻ്റെ കട്ടിലമ്മൻ്റെ അടുത്ത് കൊണ്ട് കിടത്തി. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ദേവയാനിയാ. ഇത് വീട് പാറയ്ക്കൽ കുറ്റിച്ചിറയാണിത്.